Hi friends, welcome to Competitive Cricket Technical Exams. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ISROയുടെ ക്ലാസ്സുകളാണ്. ISROയുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, പ്രത്യേകിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ നേരത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുന്നു, അതിൽ സാധ്യമായിട്ടുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ പഠിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ ഒരു ക്ലാസ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന്, പ്രത്യേകിച്ചും വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം, അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് ദർ ഈസ് നോ മെൽറ്റിംഗ് ഓഫ് എഡ്ജസ് ഓഫ് ദ ബേസ് മെറ്റൽ അറ്റ് ദ റൂട്ട് ഫേസ് ഓർ ഓൺ ദ സൈഡ് ഫേസ് ഓർ ബിറ്റ്വീൻ ദ വെൽഡ് റൺസ്, ദെൻ ഇറ്റ് ഈസ് ഡാഷ്. സോ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. വെൽഡിങ്ങിൻ്റെ ഇംപെർഫെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് വരുന്നുള്ള ചോദ്യമാണ്. ഇതിൽ നമുക്ക് 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ലാക്ക് ഓഫ് പെനിട്രേഷൻ, ലാക്ക് ഓഫ് ഫ്യൂഷൻ, ബേൺ ത്രൂ, എക്സസീവ് പെനിട്രേഷൻ തുടങ്ങിയിട്ടുള്ള 4 ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വെൽഡിംഗ് ഡിഫക്ട്സിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ എന്താണ് വെൽഡിംഗ് എഫക്റ്റ് എന്നുള്ളതും, അപ്പോൾ എന്തൊക്കെ തരത്തിലാണ് വെൽഡിംഗ് എഫക്റ്റ് എന്നുള്ളതും, അതേപോലെ തന്നെ ഈ വെൽഡിംഗ് എഫക്റ്റ് എന്തുകൊണ്ട് വരുന്നു, കോസ് ഓഫ് വെൽഡിംഗ് എഫക്റ്റ് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതും നമുക്ക് ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ അതിൽ ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് എന്താണ് ഒരു ഫോൾട്ട്, ഒരു വെൽഡിംഗ് ഫോൾട്ട് അല്ലെങ്കിൽ വെൽഡിംഗ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻസ് എന്നുള്ളത് നോക്കാം. എ ഫോൾട്ട് ഈസ് ആൻ ഇംപെർഫെക്ഷൻ ഇൻ ദ വെൽഡ് വിച്ച് മേ റിസൾട്ട് ഇൻ ദ ഫെയിലിയർ ഓഫ് വെൽഡഡ് ജോയിൻറ്റ് വൈൽ ഇൻ സർവീസ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് ഒരു ഇൻപെർഫെക്ഷൻ തന്നെയാണ്. ആൻഡ് ഇൻപെർഫെക്ഷൻ ആണ് ഇൻ ദ വെൽഡിൻ്റെ ഇൻപെർഫെക്ഷൻസ് ആണ് വിച്ച് മേ റിസൾട്ട് ഇൻ ഫെയിലിയർ ഓഫ് വെൽഡഡ് ജോയിൻറ്റ് വൈൽ ഇൻ സർവീസ്. ഫെയിലിയർ ആവാൻ, വെൽഡഡ് ജോയിൻറ്റ് ഫെയിലിയർ, അതായത് സർവീസിലിരിക്കുമ്പോൾ തന്നെ ഫെയിലിയർ ആവാൻ കാരണമായിട്ടുള്ളതൊക്കെയാണ് ഈ ഫോൾട്ടുകൾ എന്ന് പറയുന്നത്. അതൊരു ഇൻപെർഫെക്ഷൻ ആണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർത്തു വയ്ക്കാം. അപ്പോൾ ഈ ഇൻപെർഫെക്ഷൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ളതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ദ ഫോളോയിങ് ഫോൾട്ട്സ് ഒക്കർ ഓൺലി ഇൻ ഗ്യാസ് വെൽഡിംഗ്. ഗ്യാസ് വെൽഡിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഇൻപെർഫെക്ഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ഫോൾട്ടുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഫോൾട്ട് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഫോൾട്ട് എന്ന് പറയുന്നത് അണ്ടർ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾട്ടാണ്. ശ്രദ്ധിക്കുക കേട്ടോ, അണ്ടർ കട്ട്. അപ്പം നമുക്കിത് പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫിഗറുകളും കൃത്യമായിട്ട് നമുക്ക് നോക്കണം. എന്താണ് ഈ അണ്ടർ കട്ട്, ജസ്റ്റ് പഠിച്ചിട്ട് പോയാൽ മാത്രം പോരാ, എന്താണ് അണ്ടർ കട്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എ ഗ്രൂവ് ഓർ ചാനൽ ഫോംഡ് ഇൻ ദ പാരന്റ് മെറ്റൽ അറ്റ് ദ ടോപ്പ് ഓഫ് ദ വെൽഡ് ഈസ് കോൾഡ് അണ്ടർ കട്ട്. ശ്രദ്ധിക്കുക, ഒരു ഗ്രൂവോ അല്ലെങ്കിൽ ഒരു ചാനലോ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. എവിടെയാണ്, പാരന്റ് മെറ്റലിലാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത്, അതിൻ്റെ ടോ എൻഡിലൊക്കെ വരുന്ന സമയത്ത് ഇതിനെ പറയുന്ന പേരാണ് അണ്ടർ കട്ട് എന്ന് പറയുന്നത്. സോ അണ്ടർ കട്ട് ഇപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ അണ്ടർ കട്ട് വരുന്നത്, ഒരു വെൽഡഡ് ജോയിന്റിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് അണ്ടർ കട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ഫിഗർ കൂടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ശ്രദ്ധിക്കുക, കോസസ് ആണ്. അതിൽ ആദ്യത്തെ ഈ അണ്ടർ കട്ട് വരാൻ മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് വെൻ ദ കറണ്ട് സെറ്റിംഗ് ഈസ് ടു ഹൈ. കറണ്ട് സെറ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഹൈ കറണ്ട് സെറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അണ്ടർ കട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കോസസിൽ ഒന്ന് പഠിച്ചു. അടുത്ത് നോക്കൂ, വെൻ വെൽഡിംഗ് സ്പീഡ് ഈസ് ടു ഫാസ്റ്റ്. വെൽഡിംഗ് സ്പീഡും ഇതേപോലെ തന്നെ ഫാസ്റ്റ് സ്പീഡാണ് എന്നുണ്ടെങ്കിൽ അതും ഇതിനൊരു കാരണമാണ്, അണ്ടർ കട്ടിന് കാരണമാണ്. അടുത്ത് നോക്കൂ, ബൈ ഓവർ ഹീറ്റിംഗ് ഓഫ് ദ ജോബ് ഡ്യൂ ടു കണ്ടിന്യൂസ് ഹീറ്റിംഗ്. അടുത്ത് നോക്കിയേ, ബൈ ഓവർ ഹീറ്റിംഗ് ഓഫ് ജോബ് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന വെൽഡിങ്ങിൻ്റെ ഓവർ ഹീറ്റിങ്ങും എന്തിന് കാരണമാവുന്നുണ്ട്, അണ്ടർ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇംപെർഫെക്ഷന് കാരണമാവുന്നുണ്ട്. അടുത്ത് നോക്കൂ, ഡ്യൂ ടു ഫോൾട്ടി ഇലക്ട്രോഡ് മോഷൻ തെറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിലും അതും എന്താണ്, അണ്ടർ കട്ടിന് കാരണമാവുന്നുണ്ട്. അടുത്തത് വെൻ ഇലക്ട്രോഡ് ആംഗിൾ ഈസ് റോങ്. ഇലക്ട്രോഡ് ആംഗിൾ നമ്മൾ വെക്കുന്നത് തെറ്റാണെങ്കിലും എന്ത് വരുന്നുണ്ട്, അണ്ടർ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇംപെർഫെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് വരുന്ന കോസസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇനി നമ്മൾ കുറച്ച് നേരമായി അണ്ടർ കട്ട് എന്ന് പറയുന്നത്, ഇനി എന്താണ് ഈ അണ്ടർ കട്ട് എന്നുള്ളത് നോക്കാം. സോ വെൽഡിങ്ങിൽ ശ്രദ്ധിക്കുക, പാരന്റ് മെറ്റൽ, ഇതാണ് പാരന്റ് മെറ്റൽ എന്ന് പറയുന്നത്. വെൽഡിങ് നമ്മൾ ചെയ്തു, നമ്മൾ കൃത്യമായി പറഞ്ഞു ആ പാരന്റ് മെറ്റലിൽ വരുന്ന ഗ്രൂവ്, അതേപോലെ തന്നെ
ചെറിയൊരു ഹോൾ, ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ഇതിനെയാണ് ചാനലിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അണ്ടർ കട്ട് എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, ഇതാ പാരന്റ് മെറ്റൽ ഇവിടെ നോക്കിയേ ഒരു അണ്ടർ കട്ടായി കാണുന്നുണ്ടോ? അതേപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയും ഇതേപോലെ തന്നെ അണ്ടർ കട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഇംപെർഫെക്ഷനാണ് നമ്മൾ അണ്ടർ കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇംപെർഫെക്ഷൻ നമ്മൾ പഠിച്ചു. അടുത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്തൊരു ഫോൾട്ട് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ ആണ്. അപ്പോൾ രണ്ടാമത്തേതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ ആണ്. ആ പേരിൽ തന്നെ പറയുന്നത് പെനിട്രേഷൻ ഇൻകംപ്ലീറ്റ് അല്ല എന്ന് ആ പേരിൽ തന്നെയുണ്ട്. അത് തന്നെയാണ് കാരണം. ഓക്കെ, ഫെയിലിയർ ഓഫ് ദ വെൽഡ് മെറ്റൽ ടു റീച്ച് ദ റൂട്ട് ഓഫ് ദ ജോയിന്റ് ഈസ് നോൺ ആസ് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ. അപ്പോൾ എന്താണ് ഇവിടെ ഒരു ഫെയിലിയർ വന്നു? എന്തിനാണ്? വെൽഡ് മെറ്റൽ ടു റീച്ച് ദ റൂട്ട് ഓഫ് ദ ജോയിന്റ്. വെൽഡ് മെറ്റലിന് ജോയിന്റിന്റെ റൂട്ടിലേക്ക് എത്താൻ കഴിയാത്തതാണ് എന്തിന് കാരണം? ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞുള്ള ഈ ഫോൾട്ടിന് കാരണം. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കോസസ്? ഈ പറഞ്ഞ ഇൻകംപ്ലീറ്റ് പെനിട്രേഷന്റെ കോസസ് എന്തൊക്കെയാണ് നോക്കൂ. ടു നാരോ എഡ്ജ് പെനിട്രേഷൻ. ടു നാരോ എഡ്ജ് പെനിട്രേഷൻ അതിൽ ആദ്യത്തെ കോസാണ്. അടുത്തത് എക്സസീവ് വെൽഡിങ് സ്പീഡ്. നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂടുന്നു, അതാണ് എക്സസീവ് വെൽഡിങ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് കൂടുന്നതും ഈ ഒരു ഇൻകംപ്ലീറ്റ് പെനിട്രേഷന് കാരണമാവുന്നുണ്ട്. ദെൻ നോക്കൂ, വെൻ ദ കറണ്ട് സെറ്റിംഗ് ഈസ് ലോ. കറണ്ട് സെറ്റിംഗ് ലോ ആവുമ്പോഴും ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. വെൻ എ ലാർജ് ഡയാമീറ്റർ ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ്. വലിയ ഡയാമീറ്ററുള്ള ഇലക്ട്രോഡ് യൂസ് ചെയ്യുമ്പോഴും ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ അവിടെ വരുന്നുണ്ട്. ദെൻ ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് ക്ലീനിങ് ഓർ ഗൗജിങ് ബിഫോർ ഡിപ്പോസിറ്റിംഗ് സീലിംഗ് റൺ. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് ക്ലീനിങ്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ ജോബ് അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ക്ലീനിങ്ങും അവിടെ ചെയ്യുന്നതെങ്കിൽ, ക്ലീൻ ചെയ്തില്ല എങ്കിൽ അതും എന്തിന് കാരണമാവുന്നുണ്ട്? ഇൻകംപ്ലീറ്റ് പെനിട്രേഷന് കാരണമാവുന്നുണ്ട്. അതും ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ കോസസ്, ഇൻകംപ്ലീറ്റ് പെനിട്രേഷന്റെ കോസസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടില്ല? വെൽഡിങ് വന്നിട്ടില്ല. ഇത് തന്നെയാണ് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് തന്നെയാണ് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് വെൽഡിങ് ഇവിടെ എത്തിയിട്ടില്ല, കൃത്യമായിട്ട് കംപ്ലീറ്റഡ് അല്ല. അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക കേട്ടോ. ശരി, അപ്പോൾ രണ്ട് ഫോൾട്ടായി. അടുത്തൊരു ഫോൾട്ടിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത ഫോൾട്ട് എന്ന് പറയുന്നത് പോറസിറ്റി ഓർ ബ്ലോ ഹോൾ ആണ്. അപ്പോൾ എന്താണ് ഈ പോറസിറ്റി അല്ലെങ്കിൽ ബ്ലോ ഹോൾ എന്ന് പറയുന്നത്? എ ഗ്രൂപ്പ് ഓഫ് പിൻ ഹോൾസ് ഇൻ എ വെൽഡ്. ഇതിനെയാണ് പോറോസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. എ ഗ്രൂപ്പ് ഓഫ് പിൻ ഹോൾസ് ഇൻ എ വെൽഡ്. ചെറിയ ചെറിയ ഹോളുകൾ വരുന്നതിനാണ് നമ്മൾ പോറോസിറ്റി എന്ന് പറയുന്നത്. ഓർ എ ലാർജ് ഹോൾ ഇൻ ദ വെൽഡ്. നമ്മൾ ചെറിയ ഹോളിനെ പോറോസിറ്റി എന്നും ലാർജ് ഹോളിനെ എന്ത് പറയുന്നത്? ബ്ലോ ഹോൾ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ആർ കോസ്ഡ് ബൈ ദ ഗ്യാസ് ബീയിങ് ട്രാപ്ഡ്. മെയിൻ ആയിട്ടും ഇത് സംഭവിക്കുന്നത് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഗ്യാസസ് അതിനുള്ളിൽ ട്രാപ്പ് ആവുകയും പിന്നീട് ഈ ഗ്യാസസ് പുറത്ത് വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പോറോസിറ്റി എന്നും, ഇനി അതല്ല അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോ ഹോൾ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ പോറസിറ്റി അല്ലെങ്കിൽ ബ്ലോ ഹോളിന് കാരണമാവുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രസൻസ് ഓഫ് കണ്ടാമിനൻസ് ഓൺ ദ ജോബ് ഓർ ഇലക്ട്രോഡ് സർഫസ്. ഈ ഇലക്ട്രോഡ് സർഫസ് ആയിക്കോട്ടെ ജോബ് ആയിക്കോട്ടെ, കണ്ടാമിനൻസിന്റെ പ്രസൻസ് ഇതിനൊരു കാരണമാവുന്നുണ്ട്. ഈ ഒരു പോറോസിറ്റിക്കോ അല്ലെങ്കിൽ ബ്ലോ ഹോളിനോ കാരണമാവുന്നുണ്ട്. അടുത്തത് പ്രസൻസ് ഓഫ് ഹൈ സൾഫർ ഇൻ ദ ജോബ് ഓർ ഇലക്ട്രോഡ് മെറ്റീരിയൽ. അപ്പോൾ ഒരു കാര്യം ഓർത്തു വെക്കുക, ഈ പറഞ്ഞ ഇലക്ട്രോഡ് മെറ്റീരിയലിലോ അല്ലെങ്കിൽ ജോബിലോ അല്ലെങ്കിൽ വർക്കിലോ ഹൈ പ്രസൻസ് ഓഫ് സൾഫർ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കാവുന്ന ഫോൾട്ട് ഏതാണെന്നുള്ളത് ചോദിക്കാം. ഏതാണ് അത്? പോറോസിറ്റി അല്ലെങ്കിൽ ബ്ലോ ഹോൾ ആണ്. ഓർത്തു വെക്കുക കേട്ടോ. അതേപോലെ തന്നെ മോയ്സ്ചർ ട്രാപ്ഡ് ബിറ്റ്വീൻ ജോയിനിങ് സർഫസ്. മോയ്സ്ചർ ട്രാപ്പ് ചെയ്യുന്നതും ഇതിനൊരു കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമത്തെ ഫോൾട്ടായിട്ട് നമ്മൾ പഠിക്കുന്നത്, പോറോസിറ്റി ഓർ ബ്ലോ ഹോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് കാണാം എങ്ങനെയാണ് എന്നുള്ളത്. അതൊരു ലൈവ് ഫിഗർ ആയിട്ട് തന്നെ കാണിച്ചു തരാം. ഇത് നോക്കുക, ഇവിടെ കണ്ടോ, മെയിൻലി ഇതാണ് നമ്മൾ പോറോസിറ്റി എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ഹോളുകൾ എൻട്രാപ്പ് ചെയ്തില്ല, ഗ്യാസ് എൻട്രാപ്പ് ചെയ്യും, പിന്നീട് ഗ്യാസ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ ഹോളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കുക, ഒരു വെൽഡിങ് കഴിഞ്ഞ സമയത്ത് ഇതേ ഇവിടെ എല്ലാം ബ്ലോ ഹോളുകൾ, വലിയ കുഴികളെല്ലാം കാണുന്നുണ്ട്. ബ്ലോ ഹോളും അതേപോലെ തന്നെ പോറോസിറ്റി എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ വലിയൊരു ഹോളുണ്ട്. ഓക്കെ, ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്. പോറോസിറ്റിക്കും ഇതേപോലെ തന്നെ ബ്ലോ ഹോളിനും ഉദാഹരണങ്ങളാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്തൊരു ഫോൾട്ടിലേക്ക് പോവാം. അടുത്ത ഫോൾട്ട് എന്ന് പറയുന്നത് സ്പാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾട്ടാണ്.
സോ എന്താണ് ഈ സ്പാറ്റർ എന്നുള്ളത് നോക്കാം. ആൻഡ് unintentional deposit of weld metal in the shape of small globulous or job surface among the weld is known as spatters. അപ്പോൾ എന്താണ് ഈ സ്പാറ്റർ എന്നുള്ളത് പറയാം. നമ്മൾ വെൽഡ് ചെയ്തതിന് ശേഷം വെൽഡിങ്ങിന് ചുറ്റും ചെറിയ ചെറിയ ബോൾസ് പോലെ, അപ്പോൾ ഞാൻ ആ ബോൾസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ വരുന്നതിനാണ് നമ്മൾ സ്പാറ്റർ എന്ന് പറയുന്നത്. തിന്നി തെറിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, സ്പാറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ സ്പാറ്റേഴ്സിന് എന്തൊക്കെയാണ് കോസസ് ഉള്ളത് നോക്കാം. എ ടു ഹൈ കറണ്ട് സെറ്റിംഗ്, വലിയ കറണ്ട് സെറ്റിംഗ്, ഹൈ കറണ്ട് സെറ്റിംഗ് ഇതിൻ്റെ ഒരു കോസ്, ഇത് ഈ സ്പാറ്റർ വരാൻ ഒരു കോസാണ്. അടുത്തത് യൂസ് ഓഫ് മോയ്സ്ചർ എഫക്റ്റഡ് ഇലക്ട്രോഡ്. മോയ്സ്ചർ എഫക്റ്റഡ് ഇലക്ട്രോഡ് വരികയാണെന്നുണ്ടെങ്കിലും സ്പാറ്റർ വരും. റോങ് പൊലാരിറ്റി, അതേപോലെ യൂസ് ഓഫ് ലോങ് ആർക്ക് ബ്ലോസ്, ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്, ഈ സ്പാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോൾട്ടിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, സോ സ്പാറ്റർ നമുക്കൊന്ന് ഫിഗറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. യെസ്, ഒരു വെൽഡിങ് കഴിഞ്ഞു. വെൽഡിങ് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ഇതൊക്കെ സ്പാറ്ററിന് ഉദാഹരണങ്ങളാണ്. ചെറിയ ഇതൊക്കെ സ്പാറ്ററാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കോസ് എന്നുള്ളതൊക്കെ പറഞ്ഞു. ആ കോസുകൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് നോക്കുക. വെൽഡിങ് കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്ത് ചിഹ്നിത്തെതിരെ കിടക്കുകയാണ്. ഇതിനെയാണ് സ്പാറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തൊരെണ്ണം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓവർലാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഫോൾട്ടാണ്. മെറ്റൽ ഫ്ലോയിങ് ഓൺ ടു ദ സർഫസ് ഓഫ് ദ ബേസ് മെറ്റൽ വിത്തൗട്ട് ഫ്യൂസിങ് ഇറ്റ്. ശ്രദ്ധിക്കുക, എന്താണ് ഈ ഓവർലാപ്പ്? ഇതും ഇതേപോലെ തന്നെ ഒരു ഫോൾട്ടാണ്. മെറ്റൽ ഫ്ലോയിങ് ഓൺ ടു ദ സർഫസ് ഓഫ് ദ ബേസ് മെറ്റൽ വിത്തൗട്ട് ഫ്യൂസിങ് ഇറ്റ്. അതായത് ഈ ബേസ് മെറ്റലിനെ ഫ്യൂസ് ചെയ്യാതെ ഈ പറഞ്ഞ മെറ്റൽ എന്ത് ചെയ്യുന്നു, സർഫസിലേക്ക് ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോസസ് നോക്കാം. ഓവർലാപ്പിൻ്റെ കോസസ് ആണ് ഇംപ്രോപ്പർ വെൽഡിംഗ് ടെക്നിക്കുകളാണ് അതിലൊന്ന്. രണ്ടാമത്തെ ഹൈ വെൽഡിംഗ് കറന്റ്. മൂന്നാമത്തെ ബൈ യൂസിങ് ലാർജ് ഇലക്ട്രോഡ്. ഇതൊക്കെ ഈ പറഞ്ഞ ഓവർലാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വെൽഡിംഗ് കോസസ് ആണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ്? ഇംപ്രോപ്പർ വെൽഡിംഗ് ടെക്നിക്ക്, ഹൈ വെൽഡിംഗ് കറന്റ്, ബൈ യൂസിങ് ലാർജ് ഇലക്ട്രോഡ്സ്. അടുത്തത് നമുക്ക് അതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഫിഗർ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓവർലാപ്പ് കണ്ടോളൂ. ഇവിടെ ഓവർലാപ്പ് വരുന്നുണ്ട്. ഫ്യൂസ് ചെയ്യാതെ ഓവർലാപ്പ് പാരന്റ് മെറ്റീരിയലിലേക്ക് അങ്ങ് പടർന്ന് പന്തലിക്കുന്നുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഓവർലാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ലാക്ക് ഓഫ് ഫ്യൂഷൻ ആണ്. അപ്പോൾ എന്താണ് ഈ ലാക്ക് ഓഫ് ഫ്യൂഷൻ? ഇഫ് ദർ ഈസ് നോ മെൽറ്റിംഗ്, ശ്രദ്ധിക്കുക കേട്ടോ, ഇഫ് ദർ ഈസ് നോ മെൽറ്റിംഗ് ഓഫ് ദ എഡ്ജസ് ഓഫ് ബേസ് മെറ്റൽ അറ്റ് റൂട്ട് ഫേസ് or on the side face or between the weld runs, then it is called a lack of fusion. അപ്പോൾ lack of fusion എന്ന് പറയുന്ന ഫോൾട്ട് എന്താണ്? there is no melting of edges of base metal. ശ്രദ്ധിക്കുക, മെൽറ്റിംഗ് ഇല്ല. എവിടെയാണ്? edges of base metal at the root face, അല്ലെങ്കിൽ or on the side face or between the weld runs. ഓക്കെ, ഇങ്ങനെയുള്ളതൊക്കെയാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞ ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫോൾട്ടുകൾ. ഇനി ഈ ലാക്ക് ഓഫ് ഫ്യൂഷൻ്റെ കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ് നോക്കാം. ഇറ്റ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ലോ ഹീറ്റ് ഇൻപുട്ട്. അതിൽ പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ലോ ഹീറ്റ് ഇൻപുട്ട് മൂലം നമുക്ക് എന്തുണ്ടാവാറുണ്ട്, ലാക്ക് ഓഫ് ഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇൻകറക്റ്റ് ഇലക്ട്രോഡ് ആൻഡ് ടോർച്ച് ആംഗിൾ. ഇലക്ട്രോഡിൻ്റെ ഇൻകറക്റ്റ്, ഇലക്ട്രോഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൃത്യമായിട്ടല്ല, അതേപോലെ തന്നെ ടോർച്ച് ആംഗിളും കൃത്യമായിട്ടല്ല എങ്കിലും ലാക്ക് ഓഫ് ഫ്യൂഷൻ വരുന്നുണ്ട്. ലോ വെൽഡിംഗ് കറന്റ്, ഇതും എന്തിന് ലാക്ക് ഓഫ് ഫ്യൂഷൻ വരുന്നതാണ്. ആൻഡ് ഹൈ വെൽഡിംഗ് സ്പീഡ്, ഇതൊക്കെ ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോൾട്ടിന് ഉദാഹരണങ്ങളാണ്. അപ്പം നമുക്ക് ലാക്ക് ഓഫ് ഫ്യൂഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെയാണ് ലാക്ക് ഓഫ് ഫ്യൂഷൻ. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് വെൽഡിംഗ് പൂർണ്ണമല്ല, വെൽഡിംഗ് കൃത്യമല്ല. ഇതിനെയാണ് ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഏകദേശം 6ഓളം വെൽഡിംഗ് ഫോൾട്ടുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ചോദ്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ചോദ്യം ഇതായിരുന്നു, ഇഫ് ദർ ഈസ് നോ മെൽറ്റിംഗ് ഓഫ് എഡ്ജസ് ഓഫ് ദ ബേസ് മെറ്റൽ അറ്റ് ദ റൂട്ട് ഫേസ് ഓർ ഓൺ ദ സൈഡ് ഫേസ് ഓർ ബിറ്റ്വീൻ ദ വെൽഡ് റൺസ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ്, എന്താണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം? ഇപ്പം നമ്മൾ പഠിച്ചേ ഉള്ളൂ, അത് ലാക്ക് ഓഫ് ഫ്യൂഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ആ ഓപ്ഷൻസ് കൂടി നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ നോക്കുക. ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ആ മൊത്തം ചാപ്റ്റർ നല്ല രീതിയിൽ തന്നെ എന്താണോ ഉദ്ദേശിക്കുന്ന ആ ചോദ്യം അത് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക.
വീണ്ടും ഇതേപോലുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലുള്ള ക്വസ്റ്റ്യൻസും ക്ലാസ്സസുകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.